വളരെ പണ്ട് ഞാൻ തീരെ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ ആത്മീയ അന്നത്തെ ഗുരുനാഥനോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഈ രാമായണത്തിൽ അയോധ്യയിലെ ശ്രീരാമൻ്റെ അഭിഷേകം മുടങ്ങി കാട്ടിലോട്ട് പോവുക. 14 വർഷത്തെ വനവാസം കഴിഞ്ഞാണ് ശ്രീരാമൻ തിരിച്ചു വരുന്നത്. ഈ 14-ാം വർഷത്തിൽ 14-ാമത്തെ വർഷം പൂർത്തിയാകാൻ 10-18 ദിവസമുള്ളപ്പോഴാണ് രാമരാവണ യുദ്ധം നടക്കുന്നത്. 14-ാമത്തെ വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് രാവണവധം എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. രാവണനെ വധിച്ചു കഴിഞ്ഞാൽ വിഭീഷണൻ്റെ അഭിഷേകവും കൂടെ കഴിഞ്ഞ് ശ്രീരാമൻ അതിവേഗം അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ വെമ്പൽ കൊള്ളുകയാണ്. 14-ാം വർഷം പൂർത്തിയാകുന്നതിൻ്റെ അന്നോ അഥവാ തലേ ദിവസമോ ആയിരിക്കണം രാവണവധം നടക്കുന്നത്. രാവണവധം തീർന്നു കഴിഞ്ഞാൽ ഉടനെ വിഭീഷണ അഭിഷേകമാണ് പിന്നുള്ള പ്രധാന ഭാഗം. എത്രയും പെട്ടെന്ന് വിഭീഷണനെ രാജാവായി അവരോധിച്ചിട്ട് അയോധ്യയിൽ തിരിച്ചു ചെല്ലണം. കാരണം 14-ാമത്തെ വർഷം പൂർത്തിയായി ഒരു നിമിഷം താമസിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നാണ് ഭരതൻ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ. അപ്പം അതിനു മുമ്പേ അവിടെ ചെല്ലണം. അങ്ങനെ തൊട്ടു മുമ്പാണ് രാവണവധമൊക്കെ നടക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം, ഇദ്ദേഹം സർവേശ്വരനാണെങ്കിൽ എന്തിനായി 14 കൊല്ലം കാത്തിരുന്നത്? അയോധ്യയിൽ നിന്ന് വനവാസത്തിന് പോയ അന്നേരം നേരെയെന്ന് ഈ പുള്ളിയെ യുദ്ധത്തിൽ ഇല്ലാതാക്കിയിട്ടെങ്കിൽ പോന്നാൽ പോരായിരുന്നു? അപ്പം അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രകൃതി അങ്ങനെ നിശ്ചയിച്ച് വെച്ചതാണ്. ഓരോ കാര്യങ്ങളും അതാതിൻ്റെ വഴിയെ തന്നെ സംഭവിക്കണമെന്ന് മുതിർന്ന പലരും വിശദീകരിച്ചു. പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കുഞ്ഞേ, ആ നിശ്ചിത ദിവസം, ആ ഒരു നിശ്ചിത മുഹൂർത്തത്തിൽ ബ്രഹ്മാസ്ത്രം തൊടുത്തെങ്കിൽ മാത്രമേ രാവണൻ മരണം പോകുമായിരുന്നുള്ളൂ. അതിന് 1 മണിക്കൂർ മുമ്പോ 1 മണിക്കൂർ ശേഷമോ എന്ത് ചെയ്താലും അയാളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. രാവണൻ രാമനാൽ നിഗ്രഹിക്കപ്പെടുന്നതിന് അവിടെ ഒരു പ്രത്യേക മുഹൂർത്തമുണ്ട്. അതിനൊരു 15 മിനിറ്റ് മുമ്പ് ശ്രീരാമൻ ഈ ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിച്ചാൽ ചിലപ്പം ആ പുള്ളി എന്തെങ്കിലുമൊക്കെ വിദ്യ പ്രയോഗിച്ച് അതിനെ തരണം ചെയ്യും. 15 മിനിറ്റ് കഴിഞ്ഞ് ചെയ്താലും ചിലപ്പം രാവണൻ രക്ഷപ്പെടും. ഇപ്പം രാവണ നിഗ്രഹം അഥവാ രാവണ മൃത്യുവിന് ഒരു സമയമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് അന്ന് കേട്ട ഉത്തരങ്ങളിൽ ഒരെണ്ണം അതാ. ഇവിടെ ഇത് പറയാനുള്ള കാര്യം, സർപ്പങ്ങൾക്ക് ആയില്യത്തിന് മാത്രം പൂജ നടത്തുന്നത് എന്താണ് എന്നൊരു ചോദ്യം വന്നു. അതിൻ്റെ ഉത്തരം ഇതാ. അത് ആ പ്രത്യേക ദിവസത്തിൻ്റെ പ്രാധാന്യമാണ്. ആയില്യം എന്ന് പറഞ്ഞാൽ ആശ്ലേഷ നക്ഷത്രം. നമ്മൾ ആയില്യം എന്ന് മലയാളത്തിൽ പറയുന്നത് പറഞ്ഞ് അങ്ങനെ ആയതാ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എല്ലാ നാളിനും അതിൻ്റെ മൂലനാമം, സംസ്കൃതത്തിലുള്ള ഉറവിട നാമം വേറെ ചിലതാണ്. അശ്വതിക്ക് അശ്വിനി, ഭരണിക്ക് അത് തന്നെയാണ്. കാർത്തികയുടെ പേര് കൃത്തിക, രോഹിണി, മകയിരത്തിൻ്റെ പേര് മൃഗശിരസ്, തിരുവാതിരയുടെ പേര് ആർദ്ര നക്ഷത്രം. അപ്പം അങ്ങനെ വന്നിട്ട് ആയില്യത്തിൻ്റെ പേര് ആശ്ലേഷ നക്ഷത്രം എന്നാണ്. ഈ ആശ്ലേഷ നക്ഷത്രം ആണ് സർപ്പപൂജയ്ക്ക് ഉള്ളത്. എന്നാൽ അതിൻ്റെയും പ്രത്യേകതയുണ്ടല്ലോ. നമ്മൾ ഈ നാഗർകാവിൽ പൂജിക്കുന്ന സർപ്പം എന്ന് പറയുന്നത് പലരും കരുതുന്ന പോലെ മണ്ണിൽ ഇഴഞ്ഞു നടക്കുന്ന പാമ്പൊന്നുമല്ല. കടിച്ചാൽ വിഷം ബാധിക്കുന്നതും അല്ലാത്തതുമായ പാമ്പ് അഥവാ ചേര, ഇതൊന്നുമല്ല. നമ്മൾ പൂജിക്കുന്ന നാഗരാജാവെന്ന് പറയുന്നത് കുണ്ടലിനി ശക്തിയാണ്. മനുഷ്യൻ്റെ മൂലാധാരത്തിൽ 3.5 ചുറ്റായി ലയിച്ച് ചേർന്ന് കിടക്കുന്നുവെന്ന് കരുതപ്പെടുന്ന, ഉറങ്ങിക്കിടക്കുന്നുവെന്ന് കരുതപ്പെടുന്ന ആത്മീയ ചൈതന്യമായ കുണ്ടലിനി രൂപത്തിൽ
ഉള്ള ചൈതന്യമാണ് നാഗയക്ഷിയായി നമ്മൾ ആരാധിക്കുന്നത്. സഹസ്രാര പത്മത്തിൽ നിശ്ചലമായി കിടക്കുന്ന ശിവതത്വമാണ് നാഗരാജാവായിട്ട് ആരാധിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രമണ്ഡലങ്ങളുമായിട്ട് യോഗ സാധനങ്ങൾക്കൊരു ബന്ധമുണ്ട്. ഈ ആശ്ലേഷ നക്ഷത്രത്തിൻ്റെ അന്ന് ഏറ്റവും അടിസ്ഥാനപരമായ കുണ്ടലിനി യോഗ സാധന ചെയ്താൽ ആ കുണ്ടലിനി ഉത്ഥാനം ഏറ്റവും ഭംഗിയായി നടക്കും എന്നൊരു പ്രാചീന വിശ്വാസമുണ്ട്. കുണ്ടലിനി ഉയർന്നുയർന്ന് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാ, സഹസ്രാരം തുടങ്ങിയ ഷഡ്ചക്രങ്ങളെ ഭേദിച്ച് ലക്ഷ്യത്തിലെത്തുകയാണ് അവിടെ നടക്കേണ്ടത്. ആ പ്രക്രിയയ്ക്ക് ആശ്ലേഷ നക്ഷത്രത്തിൽ ചെയ്യുന്ന കുണ്ടലിനി ധ്യാനം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ യോഗ സാധനയുടെ മറ്റൊരു ബാഹ്യരൂപമാണ് കാവുകളിൽ ചെയ്യുന്ന സർപ്പപൂജ. അതുകൊണ്ടും കൂടിയാണ്, മറ്റു പല കാരണങ്ങളുമുണ്ട്, അതുകൊണ്ട് കൂടെയാണ് ആയില്യം പൂജയ്ക്കുടെ പ്രാധാന്യം വരുന്നത്.